മുസ്ലിം ലീഗിന് അവമതിപ്പുണ്ടാക്കുന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് മങ്കട മണ്ഡലം പ്രസിഡന്റായിരുന്ന കുന്നത്ത് മുഹമ്മദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുന്നത്ത് മുഹമ്മദിന്റെ പേരിൽ സ്ഥാനാർത്ഥി പ്രചാരണം വന്നപ്പോൾ അത് നിഷേധിക്കാൻ മുഹമ്മദ് തയ്യാറായില്ലെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗിന് അവമതിപ്പുണ്ടാക്കുന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് മങ്കട മണ്ഡലം പ്രസിഡന്റായിരുന്ന കുന്നത്ത് മുഹമ്മദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിയായി പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അത് നിഷേധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കുന്നത്ത് മുഹമ്മദ് തയ്യാറായില്ല. പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതും അടിസ്ഥാനരഹിതവുമായ കുറിപ്പ് ഫേസ്ബുക്കിൽ ചെയ്യുകയാണുണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവൃത്തിയായിരുന്നു മുഹമ്മദിന്റേതെന്ന് നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം പ്രതികരിച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന രീതിയിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുമാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും പാർട്ടിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് അത് മണ്ഡലം പ്രസിഡന്റ് എന്നല്ല, പാർട്ടിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനോ അത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഒന്ന് നടക്കാത്ത കാര്യമാണ്. രണ്ടാമത്തത്, അദ്ദേഹം പാർട്ടിയിലൊരു വിഭാഗീയ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പോസ്റ്റ് ആ രൂപത്തിലാണ് ഇട്ടത്. അപ്പോൾ അതല്ലാതെ അതിനൊരു വ്യക്തമായ നിഷേധമല്ല പറഞ്ഞത്. നിഷേധിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നിൽ വേറെ ആളുകളാണ് അദ്ദേഹമാരെ പരസ്യമായിട്ട് MLA പരസ്യമായിട്ട് എതിർത്തത് കൊണ്ടുള്ള പ്രതികാരം MLA ഫാൻസുകാരോ ചെയ്തതാണ്. ഞാനൊരു കാര്യം തീർത്ത് പറയാം. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞങ്ങൾക്കറിയില്ല, മങ്കട നിയോജക മണ്ഡലത്തിൽ MLA ആയത് MLA ആണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം. അതിന് മുമ്പാണ് അദ്ദേഹം ലീഗിൽ വന്നത്. ലീഗിന് വന്നതിന് ശേഷം അദ്ദേഹം പെരിന്തൽമണ്ണ മണ്ഡലത്തിലായിരുന്നു MLA ആയത്. ലീഗിൽ വന്നതിന് ശേഷം പാർട്ടി കാര്യങ്ങളിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഇടപെടിക്കാറില്ല. ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ പാർട്ടി യോഗങ്ങളിലേക്ക് വിളിക്കും. അതിൽ അദ്ദേഹം പങ്കെടുക്കാറുള്ളത്. ഒരു വിഭാഗീയ പ്രവർത്തനവും ഞങ്ങളെ അനുഭവത്തിൽ ഒരു ഫാൻസും മങ്കട മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടില്ല. മഞ്ഞളാംകുഴി അലി MLA ഫാൻസുകാരാണ് തന്റെ സ്ഥാനാർത്ഥി പ്രചാരണത്തിന് പിന്നിലെന്ന് ഫേസ്ബുക്കിൽ മുഹമ്മദ് കുറിച്ചിരുന്നു. എന്നാൽ ലീഗിലെത്തിയ ശേഷം പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്ന ആളെന്ന നിലയ്ക്ക് MLAക്കെതിരെ നടത്തിയ ആരോപണം അച്ചടക്ക നടപടി സ്വയം വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. മങ്കടയിൽ അലിയെ മാറ്റണമെന്ന് മങ്കട മണ്ഡലം ലീഗ് കമ്മിറ്റി ഒന്നടങ്കം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുവെന്ന മുഹമ്മദിന്റെ പരാമർശം ശരിയല്ല. ആര് മത്സരിക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയല്ല, മറിച്ച് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും നേരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന നയമാണ് മുഹമ്മദ് സ്വീകരിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കുന്നത്ത് കുടുംബത്തെ ലീഗ് അപമാനിച്ചു എന്ന ആരോപണം തികച്ചും വാസ്തവവിരുദ്ധമാണ്. പണ്ടുമുതലേ മണ്ഡലത്തിനകത്തും പുറത്തും ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ ഒട്ടേറെ ത്യാഗം ചെയ്തവരാണ് കുന്നത്ത് കുടുംബം. ലീഗിനൊപ്പം ചേർന്ന് നിന്നവരായതിനാൽ ആ കുടുംബത്തിന് അത്തരത്തിൽ തന്നെ ആദരവും ബഹുമാനവും പാർട്ടി നൽകി വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നത് CPMന്റെ അധോഗതിയാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മങ്കട മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി, വൈസ് പ്രസിഡന്റുമാരായ സഹൽ തങ്ങൾ, അഡ്വക്കേറ്റ് V മൂസക്കുട്ടി, വെങ്കിട്ട ബഷീർ, KP സാദിഖ് അലി, സെക്രട്ടറിമാരായ CH മുസ്തഫ, പാതാരി അമീർ എന്നിവർ പങ്കെടുത്തു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.